അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ക്ലാസ്സിനിരിക്കുന്നവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത വേൾഡ് ഹിസ്റ്ററിയുടെ മൊഡ്യൂൾസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണോ ഇന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നടക്കുന്നത്, അത് രാഷ്ട്രീയപരമായിരിക്കാം, സാമ്പത്തികപരമായിരിക്കാം, സൈനികപരമായിരിക്കാം, അങ്ങനെ എല്ലാം തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാവും. ഇപ്പോൾ 1940s to 1945 യൂറോപ്പിലെമ്പാടും വാർ വന്നു. അന്ന് അവരുടെ ഇൻ്റർനാഷണൽ റിലേഷൻ്റെ ഭാഗമായിരുന്നു അത്. അല്ലെങ്കിൽ 1930s ലോകത്തെമ്പാടും ഒരു എക്കണോമിക് ഡിപ്രഷൻ വന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലുള്ള അറിവ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഏത് ടോപ്പിക് എടുത്താലും, ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളോ ചൈനയോ എടുത്താലും, നിങ്ങൾ എൻ്റെ വേൾഡ് ഹിസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇഷ്യൂ ഇല്ല, ഇല്ലാത്തവർ കറസ്പോണ്ടിങ് മൊഡ്യൂള് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ ചാപ്റ്റർ ബേസിക് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയാണ് നമ്മൾ ഓരോ റീജിയണിലേക്ക് പോകുന്നത്. സൗത്ത് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, അങ്ങനെ നമ്മൾ ഒരുമാതിരി റീജിയനെല്ലാം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമ്മളൊരു UPSC പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തെല്ലാം സോഴ്സ് അതിന് വേണം, എന്തൊക്കെയാണ് അതിലെ പല ടേമുകൾ, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പല പല ടേംസ് കാണും, എന്താണതെല്ലാം, എന്തായിരുന്നു ഇന്ത്യ എന്ന രാജ്യം, അതിൻ്റെ സിവിലൈസേഷണൽ വ്യൂ പോയിന്റ്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉത്ഭവിച്ചത്, അത് ഡെവലപ്ഡ് ആയത്, എങ്ങനെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 നെഹ്റുവിന് കീഴിൽ തുടങ്ങി ഇപ്പോൾ 2022 നരേന്ദ്രമോദിയുടെ കീഴിൽ എത്തി നിൽക്കുന്നത്. ഇത് കൂടാതെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ, ഇന്ത്യ ഏതെല്ലാം എക്സ്പോർട്ട് കൺട്രോൾ റെജീമിൽ അംഗമാണ്, എന്താണ് റെയ്സീന ഡയലോഗ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു ബേസിക് ചാപ്റ്ററാണ്. നമ്മളെല്ലാം ഒന്ന് ടേംസും ബേസിക് ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുവാണ്. ഇനി എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻ? അപ്പോൾ എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ പെർസെ ആ ടോപ്പിക്കിൽ കുറേ തിയറികളുണ്ട്, വലിയ വലിയ ചിന്തകരുടെ തിയറികളുണ്ട്, ഏരിയ സ്റ്റഡീസ് ഉണ്ട്, സ്പെസിഫിക് റീജിയൻസിനെ പറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലോ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ പലവിധ വിഷയങ്ങൾ ഇൻ്റർനാഷണൽ റിലേഷൻസിലുണ്ട്. ഇനി നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് കണ്ടൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു UPSC ആസ്പിരന്റ് മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഇന്ത്യയുടെ വിദേശ നയം, എന്താണ് അതിന് വന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ്, എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ ബാധിക്കുന്നത്. കാരണം നാളെ ഈ UPSC എക്സാം പാസ്സായി നിങ്ങളെല്ലാം പോളിസി മേക്കേഴ്സ് ആവും. ചിലർ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് തന്നെ റിക്രൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ശക്തമായ അടിത്തറ ഉണ്ടാവുന്നത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത വേൾഡ് ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ഇതിൽ ശരിക്കും കണക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പാറ്റേൺ ശ്രദ്ധിക്കാം. ചില രീതികളിൽ ഒരു കണ്ടിന്യൂറ്റി കാണാം, ഇതുവരെ ഉള്ള വേൾഡ് ഹിസ്റ്ററിയും ഇൻ്റർനാഷണൽ റിലേഷനും. ചില ഘടകങ്ങളിൽ നമുക്ക് ചേഞ്ച് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സബ്ജക്റ്റാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ നമുക്ക് കാണാം, നമ്മളിടുന്ന ഈ സ്ലൈഡിൽ ഓരോ പിക്ചറിനും ഓരോ മാപ്പിലും ഫാക്റ്റുകളുണ്ട്. അതുകൊണ്ട് ഈ സ്ലൈഡിലെ ഓരോ
ഇമേജുകളും ശ്രദ്ധിക്കണം. അത് നമുക്ക് വളരെയധികം ഡാറ്റ തരുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് UPSCക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ആവശ്യമാവുന്നത്? ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാറ്റിക് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കഴിഞ്ഞ 50 കൊല്ലം എങ്ങനെ മാറി, അതിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ കൊല്ലവും ലോകത്ത് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കപ്പെടുന്ന സബ്ജക്റ്റുകളിലൊന്നാണ് ഇന്റർനാഷണൽ റിലേഷൻ. അതിൽ സ്റ്റാറ്റിക്കും ഉണ്ട്, കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇനി നമ്മുടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് വരെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ പ്രിലിംസിൽ 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്റർനാഷണൽ റിലേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഫീൽഡുകളാണ്: ലോകരാജ്യങ്ങളുടെ ഡിഫൻസ്, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, വേൾഡ് മാപ്പിൽ ഇഷ്യൂസ്, അങ്ങനെ പലവിധ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന UPSCകളിൽ നമുക്ക് 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ പ്രിലിംസിന്റെ വിജയ ശതമാനം നിർണ്ണയിക്കുന്ന ഒരു നിർണായക സബ്ജക്റ്റായി മാറും ഇന്റർനാഷണൽ റിലേഷൻ. ഇനി മെയിൻസിന്റെ കേസിൽ സാധാരണ GS2 എന്ന പേപ്പറുണ്ട്. അതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ആവറേജ് വരാറുണ്ട്. ഏകദേശം 30 to 45 മാർക്ക് വരെ. അപ്പോൾ ഇതാണ് ഏതൊരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചും ഇന്റർനാഷണൽ റിലേഷൻസ് പ്രധാനമാവുന്നത്. ഇനി ചിലർക്ക് ഇന്റർവ്യൂസിൽ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഉദാഹരണം, റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് ശരിയോ തെറ്റോ? എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ക്വസ്റ്റ്യൻ അത് 3 പേരോട് ചോദിച്ചാൽ 3 പേർക്കും 3 വ്യത്യസ്ത വ്യൂ പോയിന്റ് ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറയുന്ന വ്യൂ പോയിന്റ് ആകണമെന്നില്ല വേറൊരാൾ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ബേസിക്സിൽ നിന്ന് അധികം വിട്ടുപോകരുത്. നമ്മൾ എന്ത് പറയുന്നോ അത് ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെയാണ് ഇന്റർവ്യൂവേഴ്സ് ഇത് നോക്കുക. അപ്പൊ നിങ്ങളിപ്പോൾ മലയാളം ഓപ്ഷൻസ് എടുത്താലോ അല്ലെങ്കിൽ ജിയോഗ്രഫി ഓപ്ഷൻസ് എടുത്താലോ ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് വരാം. അപ്പോൾ അതിലൊരു ശക്തമായ അടിത്തറയുള്ളത് നല്ലതാണ്. ഇനി പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന ഒരു സ്പെസിഫിക് ഓപ്ഷൻസ് പേപ്പർ ഉണ്ട്. ചില ആസ്പിരൻസ് അതെടുക്കാറുണ്ട്. അതെടുക്കുന്നവർക്കാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഇതിലും ആഴത്തിൽ പഠിക്കണം. അപ്പോൾ അതിൽ അവരുടെ സെക്കൻഡ് പേപ്പർ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. അതിൽ 250 മാർക്കിൻ്റെയാണ്. അപ്പോൾ നിങ്ങളിൽ PSIR ഓപ്ഷൻസ് ഉള്ളവർക്ക് ഇത് വളരെയധികം ആവശ്യമാണ്. ഇതിൽ കൂടുതൽ റെഫർ ചെയ്യണം. ഇനി ഞാനപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. നമുക്ക് മെയിൻസിലെ ചില ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനുകൾ വരിക എന്നൊന്ന് വിലയിരുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻ ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്, ക്രിട്ടിക്കലി എക്സാമിൻ. അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അത് ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് ആണ്. ആ കോണ്ടിനെന്റിൽ 50ൽ കൂടുതൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ജനറൽ ഏരിയയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വേണം. ഇപ്പം നമുക്ക് കാണാം, ഒരു റീജിയനെ പറ്റി ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയെ പറ്റി ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഡയസ്പോറ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ countries' economy and society. Appraise the role of Indian diaspora in Southeast Asia in this context. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇന്ത്യൻ ഡയസ്പോറ ഹാസ് എ
decisive role to play in the politics and economy of America and European countries? Comment with examples. അപ്പോൾ ഈ ഇടയ്ക്ക് UPSCക്ക് ഇന്ത്യൻ ഡയസ്പോറ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്കാണ്. നിങ്ങൾ എവിടെ പോയാലും ഇന്ത്യക്കാരെ കാണും. കാനഡയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, ന്യൂസിലൻഡ് ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, വെസ്റ്റ് ഏഷ്യ ആവട്ടെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആവട്ടെ, പ്രത്യേകിച്ച് മലയാളികളെയും കാണാം നമ്മൾ കേരളീയർക്ക്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറയെ പറ്റി ശരിക്കും അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി പല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അവരുടെ റോൾ എന്താണ്, അതായത് മലേഷ്യ, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ആൻഡ് യൂറോപ്പ്, അങ്ങനെ ഏത് റീജിയൻ വെച്ചും ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡയസ്പോറ എന്ന ടോപ്പിക്ക് നല്ല സ്ട്രോങ് ആവണം. ഒരുപക്ഷെ ഇനിയുള്ള ക്വസ്റ്റ്യൻ വെസ്റ്റ് ഏഷ്യയെ പറ്റിയാവാം, സൗദി, ഖത്തർ, UAE. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇന്ത്യസ് റിലേഷൻ വിത്ത് ഇസ്രായേൽ ഹാവ് ഓഫ് ലേറ്റ് acquired a depth and diversity which cannot be rolled back. ഈ ക്വസ്റ്റ്യൻ ഒരു റീജിയനെ പറ്റിയല്ല, ഒരു സ്പെസിഫിക് രാജ്യത്തെ പറ്റിയാണ്, ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൻ്റെ പല ആസ്പെക്ട്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ടെക്നിക്കൽ, ടെക്നോളജിക്കൽ, മിലിറ്ററി, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് രാജ്യങ്ങൾ വെച്ച് നമ്മൾ എക്സ്പെർട്ടൈസ് ആവണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ദ ടൈം ഹാസ് കം ഫോർ ഇന്ത്യ ആൻഡ് ജപ്പാൻ ടു ബിൽഡ് എ സ്ട്രോങ് കണ്ടംപററി റിലേഷൻഷിപ്പ്, വൺ ഇൻവോൾവിംഗ് ഗ്ലോബൽ ആൻഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ദാറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഫോർ ഏഷ്യ ആൻഡ് ദ വേൾഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇന്ത്യ ജപ്പാൻ ബന്ധത്തെ പറ്റിയാണ്. അത് തന്നെ എങ്ങനെ അത് ലോകത്തെ സ്വാധീനിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ തലം മാറി. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ഇൻ വാട്ട് വേസ് ദ ഓൺഗോയിങ് US-Iran ന്യൂക്ലിയർ പാക്ട് കോൺട്രവേഴ്സി അഫക്ട് ദ നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ? ഹൗ ഷുഡ് ഇന്ത്യ റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻ? അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഇന്ത്യ അല്ല ഇതിൽ ഇൻവോൾവ്. ചോദിച്ചിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അമേരിക്ക ഒരു സൂപ്പർ പവറാണ്, ഇറാനുമായി പല പ്രശ്നങ്ങളുണ്ട്, ഇറാനിൽ ഇന്ത്യക്ക് പല താല്പര്യങ്ങളുണ്ട്. അമേരിക്ക ഇറാൻ ബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇന്ത്യ ഇറാൻ ബന്ധത്തെ സ്വാധീനിക്കാം. അതിനെപ്പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ രണ്ട് രാജ്യങ്ങളുടെ ബന്ധം വെച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡെപ്തിൽ നമ്മൾ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാണ് ഈ പോർഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഓരോ റീജിയനും കവർ ചെയ്യും. ഇനി എന്താണ് ഇൻ്റർനാഷണൽ റിലേഷൻ പഠിക്കാൻ നിങ്ങൾക്കുള്ള സോഴ്സുകളും റെഫറൻസുകളും? ഇനി അതിനെപ്പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ ലെക്ചറുകൾ മുടങ്ങാണ്ടിരിക്കുക, നമ്മുടെ കംപ്ലീറ്റ് ലെക്ചേഴ്സും അറ്റൻഡ് ചെയ്യുക, PPT റെഫർ ചെയ്യുക. ഈ PPT ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഉദാഹരണം ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻ, നമ്മൾ ഭൂട്ടാനിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറും, അതിൻ്റെ അപ്ഡേറ്റഡ് ഡേറ്റ് നോക്കും. ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് അപ്ഡേറ്റഡ് ആയത്. അപ്പോൾ അതിലെ കണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും പ്ലജറൈസ് ചെയ്യുമല്ല, നമുക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്താണ് അവർ പറയുന്നത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഇനി അത് മാത്രമല്ല, പലവിധ ഒപ്പീനിയൻ, പലവിധ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോ കേസിലും പലവിധ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് വായിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. ഇനി ഇതിലെല്ലാം ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ്, അതായത് നിങ്ങളെ വഴി തിരിച്ചുവിടുവല്ല, ഞാനത് എല്ലാം കൂടി മിക്സഡ് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബുക്സായിട്ട് അങ്ങനെ വളരെ കുറവാണ്. നിങ്ങൾ ഈ PPT നന്നായിട്ട് ഫോളോ ചെയ്യുക. ഇനി ബുക്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ത്യാസ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് രാജീവ് സിക്രി എന്ന IFS ഓഫീസറാണ് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ശശി തരൂർ എഴുതിയ പാക്സ് ഇന്ത്യക്ക, നല്ല പുസ്തകമാണ് രണ്ടും. പക്ഷേ ഇതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ വായിക്കണം. ഇത് 2010-12 ഇറങ്ങിയ പുസ്തകമാണ്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞു, കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് എഡിഷൻ വായിക്കണം.
അങ്ങനത്തെ ഇന്ത്യാസ് ഇന്റർനാഷണൽ റിലേഷൻ പറയുന്ന ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അതൊരു നല്ല ഓതറുടെ ആയാൽ മതി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമി തരുന്ന കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ മുടങ്ങാതെ വായിക്കണം. എല്ലാ ആഴ്ചയും എല്ലാ മാസവും IR അപ്ഡേഷൻ വരുന്നുണ്ട്. NCERT നമ്മുടെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ശരിക്കും വായിക്കണം, അതിൽ വരുന്നുണ്ട്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വളരെ പ്രധാനമാണ്. അതിൽ ഹിന്ദുവിൽ വരാറുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരാറുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരാറുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് എഴുതുന്നത് എക്സ്പേർട്സ് ആണ്. ഇപ്പോൾ രാജീവ് ഭാട്ടിയ മ്യാൻമാറിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു, അല്ലെങ്കിൽ TP ശ്രീനിവാസൻ ഫിജിയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്ത പലരുണ്ട്. അവരൊക്കെ അവരുടെ ഒപ്പീനിയൻ പീസസ് എഴുതാറുണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസ് വർക്ക് ചെയ്തവർ, JNU അടക്കമുള്ള അക്കാഡമികളിലെ അധ്യാപകർ, ഉദാഹരണം ഹാപ്പിമോൻ ജേക്കബ് അല്ലെങ്കിൽ സ്റ്റാൻലി ജോണി, ഇങ്ങനെ പല വിദഗ്ധർ എഴുതുന്ന ആർട്ടിക്കിളുകളുണ്ട്, അത് വായിക്കണം. ഇനി നിങ്ങളിൽ മലയാളം പത്രം വായിക്കുന്നവർക്കും അത് ഒരു സോഴ്സാണ്. മലയാളം പത്രങ്ങളിലും ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ആർട്ടിക്കിൾസ് വരാറുണ്ട്. മാതൃഭൂമി ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, നമ്മളതെല്ലാം വായിക്കണം. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ആർട്ടിക്കിൾ കണ്ടാൽ വിടാണ്ടിരിക്കുക. അത് മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ. അതിൽ കൂടുതലും ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാം വായിക്കുന്നത് നല്ലതായിരിക്കും. പിന്നൊന്ന്, നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ യൂട്യൂബിലോ വെബ്സൈറ്റുകളിലോ കാണുന്ന എല്ലാ ചാനലും ഫോളോ ചെയ്യരുത്. ചിലത് വളരെ രാഷ്ട്രീയപരമായ ബയാസുകളുള്ള ചാനലുണ്ട്, അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒബ്സർവർ റിസർച്ചർ ഫൗണ്ടേഷൻ എന്നൊരു തിങ്ക് ടാങ്ക് ഉണ്ട്, ന്യൂഡൽഹി ബേസ്ഡ് ആണ്. ദ പ്രിന്റ് എന്നൊരു മാഗസീൻ ഉണ്ട്, അതെല്ലാം നല്ല മാഗസീനാണ്. അതിൽ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. സൻസദ് TV എന്ന ഒരു ചാനലുണ്ട്, നമ്മുടെ ലോകസഭ TVയും രാജ്യസഭ TVയും മെർജ് ചെയ്തുണ്ടാക്കിയതാണ്. അതിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ വീഡിയോസ് കാണാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തെ പറ്റി അറിയണം. ഇനി ഞാൻ 2 സോഴ്സും കൂടെ പറയാനുണ്ട്. ഒന്ന്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് ICWA, അതുപോലെ IDSA. അപ്പോൾ ഉദാഹരണം, എനിക്ക് ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ പറ്റി അറിയണം, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് ORF, അല്ലെങ്കിൽ ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് IDSA, അല്ലെങ്കിൽ ICWA. ഹിന്ദുവിലെ ആർട്ടിക്കിൾസ് നോക്കാം, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ നോക്കാം, പ്രിന്റിൽ നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പല ഒപ്പീനിയൻ പീസസ് കിട്ടും. അത് വളരെ ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മാസത്തെ പഴക്കമാണ് നോട്ടിലുള്ളത്. അപ്ഡേഷൻസ് ഉണ്ട്. ഈ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ബേസിലാണ് ഇപ്പോൾ ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ റീജിയൻ്റെ നോട്ട്സ് വരും. അപ്പോൾ നമ്മൾ റെഗുലർ വായന വേണം, എന്നാലേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ കുറച്ച് മാസം കഴിഞ്ഞാൽ അത് ഓബ്സൊലീറ്റ് ആകില്ല, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ആഡ് ആവും. അതുകൊണ്ട് ഒരു റെഗുലർ വായനക്കാരനാവുക. ഇനി ഇതിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് ട്വിറ്ററിൽ നമുക്ക് പല എക്സ്പേർട്സിനെ ഫോളോ ചെയ്യാം. അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം, അല്ലാത്തവർ ഇതൊക്കെ വായിച്ചാൽ മതി. ഇനി ഇതിലെ ഇമേജുകൾ, ഞാൻ ഇതിൽ ഇഷ്ടം പോലെ ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലത് പ്രകൃതി രമണീയമായ ഇമേജുകളാണ്, ചിലത് മാപ്പുകളാണ്, ചിലത് ന്യൂസ് പേപ്പർ കട്ടൗട്ട്സ് ആണ്. ഇതിലെ എല്ലാ ഇമേജുകളും ഞാൻ എടുത്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർനെറ്റിൽ നിന്നാണ്. അതിലെനിക്ക് ഒരവകാശവും ഇല്ല. അത് പല സോഴ്സിൽ നിന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ORF, അങ്ങനെ പല തിങ്ക് ടാങ്കുകളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ഒക്കെയാണ് ഞാൻ ഇതിൽ ഇമേജസ് എടുത്തിരിക്കുന്നത്. അതിലൊരു ഇമേജിലും എനിക്ക് അവകാശമില്ല, അതെല്ലാം അവർക്കുള്ളതാണ്. അതിൻ്റെ ക്രെഡിറ്റ്സ് അവർക്കാണ്, അതിലൊരു ക്രെഡിറ്റും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ ഇമേജസ് നിങ്ങൾ നോക്കിപ്പോണം. കാരണം മാപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, ഇമേജസിൽ പല ഫാക്റ്റുകൾ പറയും, നിങ്ങൾക്കത് നോക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരും. അതുകൊണ്ട് ഇമേജുകളെല്ലാം നോക്കിപ്പോണം, ഒന്നും സ്കിപ്പ് ചെയ്യരുത്.
ഇനി നമ്മുടെ ചാപ്റ്ററുകളിൽ നമ്മൾ ധാരാളം ഇമേജ് ആഡ് ചെയ്യും. ഇനി ഇതിലെ കണ്ടന്റ് ഞാൻ എഡിറ്റ് ചെയ്തതാണ്, അപ്പോൾ അതത്ര പ്ലാജറൈസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ മൊഡ്യൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കേസ് ഇതിലെ പല ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പല പദങ്ങൾ കാണാൻ പറ്റും. ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, ഡിപ്ലോമസി, അങ്ങനെ ധാരാളം ബേസിക് ടേമുകൾ കാണാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. എന്താണ് ഇന്റർനാഷണൽ റിലേഷൻ, അതിലെന്തെല്ലാം വിഭാഗങ്ങളുണ്ട്, എന്താണ് ഡിപ്ലോമസി, എന്താണ് പവർ, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്മാർട്ട് പവർ, എന്താണ് എംബസി, എന്താണ് ഹൈക്കമ്മീഷൻ, എന്താണ് കോൺസുലേറ്റ്, എന്താണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി, എന്താണ് എസ്പിയോണേജ്. അപ്പോൾ ഈ ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് നമ്മൾ ബേസിക് ആയിട്ട് ഡീൽ ചെയ്യും ഇനി വരുന്ന സ്ലൈഡുകളിൽ. ഇനി എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസ്? അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം കൺട്രികളാണ്. അപ്പോൾ ലോകത്ത് 190 കൂടുതൽ രാജ്യങ്ങളുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനെയാണ് ബേസിക്കലി ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം ഇന്ത്യ, അമേരിക്ക, വിയറ്റ്നാം, കംബോഡിയ, ഓസ്ട്രേലിയ, ചൈന, അങ്ങനെ രാജ്യങ്ങളാണ്. ആ പദം ശ്രദ്ധിക്കാം, ഇന്റർനാഷണൽ രാജ്യങ്ങളാണ് ഇതിൽ വലിയ ആക്ട് വഹിക്കുന്നത്. പക്ഷേ ഇതിൽ രാജ്യങ്ങൾ മാത്രമല്ല, ഇതിൽ പല ഫാക്ടറുകൾ വരും. ഉദാഹരണം പൊളിറ്റിക്കൽ പാർട്ടികൾ. ഇപ്പോൾ ചൈനയെ പറ്റി ഏത് സ്കോളർ പഠിച്ചാലും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നല്ല അറിവാണ്. അവിടെ പാർട്ടിക്ക് ഗവൺമെന്റിന് നല്ല ഇൻഫ്ലുവൻസ് ആണ്. അമേരിക്കയെ പറ്റി പഠിക്കുന്നവർക്ക് അമേരിക്കയുടെ രാഷ്ട്രീയം മനസ്സിലാവണം. എന്താണ് ഡെമോക്രാറ്റുകൾ, ആരാണ് റിപ്പബ്ലിക്കന്മാർ. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ രാജ്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, പ്രഷർ ഗ്രൂപ്പുകൾ, പലവിധ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, ലോബികളുണ്ട് പല രാജ്യങ്ങളിൽ, പല ഇന്റർനാഷണൽ അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനികൾ, ഉദാഹരണം വാൾമാർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗോള കമ്പനികൾ, മതങ്ങൾ, മതസംഘടനകൾ, NGOകൾ, ഇപ്പോൾ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ്, അല്ലെങ്കിൽ അന്തർദേശീയ സംഘടനകൾ, ഇപ്പോൾ UN, യുനെസ്കോ. ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു ഫീൽഡാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ ഇതിൽ തന്നെ ധാരാളം ഡിസിപ്ലിനുകളുടെ ഒരു മിക്സാണ് IR. അതിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. ജിയോഗ്രഫി പൊളിറ്റിക്സിനെ ഡിറ്റർമൈൻ ചെയ്യും. ജിയോഗ്രഫി ഒരു രാജ്യത്തിൻ്റെ ഫെയ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യും ഒരു പരിധി വരെ. ഹിസ്റ്ററി, ഓരോ രാജ്യവും ബിഹേവ് ചെയ്യുന്നത് അവരെന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചത് എന്ന രീതിയിലാണ്. അപ്പോൾ ഹിസ്റ്ററി, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ധാരാളം യുദ്ധങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി അത്ര നല്ലതല്ല, അതാണ് നമ്മളുടെ ബന്ധങ്ങളിലൊരു ഇഷ്യൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് സിംഗപ്പൂര് ഒരു പ്രധാന രാജ്യമാവുന്നു എന്തെന്നാൽ അവരുടെ ജിയോഗ്രഫിയാണ്, ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണത്. എക്കണോമിക്സ്, നമ്മുടെ എക്കണോമിക്സ് ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ ആവശ്യമാണ്. ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ലോ, സോഷ്യോളജി, ഫിലോസഫി, അങ്ങനെ സയൻസ്, അങ്ങനെ ധാരാളം സബ്ജക്റ്റുകൾ ചേർന്നതാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. അത് വലിയൊരു ഓഷ്യനാണ്. ഇനി നമ്മൾ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ചില പദങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് G2G, B2B, P2P. എന്താണ് G2G? G2G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റും ജാപ്പനീസ് ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം, അതാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. നമ്മുടെ PM നരേന്ദ്രമോദിയും ജപ്പാന്റെ, ഇദ്ദേഹം അന്തരിച്ചു, മുൻ PM ആയിരുന്ന ഷിൻസോ ആബെ. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിൽ ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യവും റഷ്യൻ സൈന്യവും ആയിരിക്കാം, ഇന്ത്യൻ
നേവിയും അമേരിക്കൻ നേവി ആയിരിക്കാം, ഇന്ത്യയിലെ ഫിഷറീസ് മിനിസ്ട്രിയും WTO ആയിരിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഗവൺമെന്റ് ബോഡികൾ, ഗവൺമെന്റ് അംഗങ്ങൾ, ഇതാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റുകളാണ് ലോകത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് G2G. ഇനി അടുത്തത് B2B, ബിസിനസ് ടു ബിസിനസ്. ഇന്ന് ലോകം വളരെ ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർഡിപ്പെൻഡന്റ് ആണ്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാൽ അത് ഇന്ത്യയെ ബാധിക്കാം. ചൈനയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാൽ അത് പലയിടത്തും ബാധിക്കാം. അപ്പോൾ ലോകത്തുനിന്ന് പരസ്പരം വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ട്, ആൾക്കാരുടെ യാത്ര വർദ്ധിച്ചിട്ടുണ്ട്. ലോകം വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് കാണാം, ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കുവാണെങ്കിൽ ഖത്തറിൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കുവാണ്. അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് സഞ്ചാരികൾ വരുന്നുണ്ട്. അവർക്കുള്ള പല ഫുഡ് സ്റ്റഫും ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഖത്തറിലെ ഫിഫ എങ്ങനെയാണ് നാമക്കല്ല മൊട്ട വിപണിയെ ബാധിക്കുന്നത്. അങ്ങനെ ബിസിനസ്സുകൾ, ലോകത്തെ കച്ചവടം, ഇന്റർനാഷണൽ ട്രേഡ്, ബിസിനസ്സുകൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ ടാറ്റ, നമ്മുടെ ഒരു പ്രധാന കോർപ്പറേറ്റ് ആണ് ടാറ്റ. അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയാണ് ബോയിങ്. രണ്ടു പേരും കൂടി ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്, ടാറ്റ ബോയിങ് എറോസ്പേസ് ലിമിറ്റഡ്. അത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ കമ്പനികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് ഇന്ത്യയിലെ ഓയിൽ കമ്പനികളും സൗദിയിലെ ഓയിൽ കമ്പനി ആവാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്യാസ് കമ്പനിയും ഖത്തറിലെ ഗ്യാസ് കമ്പനി ആവാം, ഇന്ത്യയിലെ റീറ്റെയിൽ കമ്പനികളും അമേരിക്കയിലെ റീറ്റെയിൽ കമ്പനി ആവാം, അതെങ്ങനെയും ആകാം. അങ്ങനെ ബിസിനസ്സുകാർ വരുമ്പോഴാണ് അതിനെ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമുണ്ട്, ഗ്ലോബൽ വാല്യൂ ചെയിൻ, GVC. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലോ ലാപ്ടോപ്പോ നോക്കുക. നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മൊബൈലും ലാപ്ടോപ്പും ഉണ്ടാക്കാൻ ചില മിനറൽസ് ഒക്കെ വേണം, ചില റയർ എർത്ത് മിനറൽസും മെറ്റൽസ് ഒക്കെ വേണം. ചിലപ്പോൾ അതൊക്കെ വരുന്നത് ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ആയിരിക്കും. ഇനി ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ് എന്തുമാകട്ടെ, ഇതിൻ്റെ പല ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ജപ്പാനിൽ, തായ്വാനിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ചിപ്പുകൾ നിർമ്മിക്കുന്നതും എല്ലാം. അപ്പോൾ അവിടെ 2-3 രാജ്യങ്ങൾ വേറെ വന്നു. ഇനി ഇത് അസംബിൾ ചെയ്യോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ചിലപ്പോൾ ചൈനയിലോ വിയറ്റ്നാമിലോ ഒക്കെ ആയിരിക്കും. ഇനി ഇത് ചെയ്യുന്നത് ഒരു പാശ്ചാത്യ കമ്പനി ആയിരിക്കാം. അതായത് ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയോ ഡച്ച് കമ്പനിയോ ആയിരിക്കും. അപ്പൊ നോക്കിയേ, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന റോ മെറ്റീരിയൽസ്, ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന റോ മെറ്റീരിയൽസ് അതിൻ്റെ ബേസിക് കോമ്പോണൻസ് ആക്കുന്നത് ജപ്പാനിലോ തായ്വാനിലോ, അതിൻ്റെ അസംബ്ലിംഗ് മാനുഫാക്ചറിങ് നടത്തുന്നത് ചൈനയിലോ വിയറ്റ്നാമിലോ. ഇത് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിയോ. ഇത് വിൽക്കുന്നത് ലോകം മൊത്തം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ പ്രോസസ്സ് എന്തെല്ലാം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കും നോക്കുക. അതാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ഓരോ ഭാഗത്തും വാല്യൂ ആഡഡ് ആവുകയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെ കോമ്പണൻസ് വരുന്നത് വേറെ രാജ്യങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ കാണിക്കുന്നത് ലോകം വളരെയധികം ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ബിസിനസ് ഗ്രൂപ്പുകൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസിൽ വലിയ ഒരു സ്വാധീനമുണ്ട്. ഇനിയൊന്ന് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ. അത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ധാരാളം ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾ തമിഴ്നാടുണ്ട്. അപ്പൊ നമുക്കും ശ്രീലങ്കയിലെ തമിഴർക്കും തമ്മിൽ ഒരു നല്ല റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നേപ്പാളികൾ ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കും നേപ്പാളിലെ ജനങ്ങൾക്കും തമ്മിൽ ഒരു ഗ്രാസ് റൂട്ട് റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികൾ UAE-യിലും ഗൾഫിലൊക്കെ ഉണ്ട്.
അത് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ റിലേഷനാണ്. ഇതിനെയാണ് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ എന്ന് പറയുന്നത്. അത് കുറെ കൂടി ഗ്രാസ് റൂട്ട് ലെവലാണ്. അപ്പോൾ ഇതാണ് G2G, B2B, P2P. ഇനി നമ്മൾ പറയാൻ പോകുന്ന പദം എന്താണ് ഡിപ്ലോമസി. എന്താണ് ഡിപ്ലോമസി? നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു പദമാണ് ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യണം. നമ്മളതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ നയപരമായി ഡീൽ ചെയ്യണം. അതായത് ബേസിക്കലി ആരെയും പിണക്കാതെ നോക്കുക പറ്റാവുന്നിടത്തോളം. നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഒരു പ്ലാനുണ്ട്, അതനുസരിച്ച് ബാക്കിയുള്ളവരുടെ ഡിസിഷനെയും ബിഹേവിയറിനെയും സ്വാധീനിക്കുക. അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത്, അല്ലെങ്കിൽ വാങ്ങുന്നത് കുറയ്ക്കണം എന്നതാണ് അമേരിക്കയുടെ താല്പര്യം. അവരപ്പോൾ ഡിപ്ലോമസി ഉപയോഗിച്ച് നമ്മുടെ അടുത്ത് ചർച്ച നടത്തും. അപ്പോൾ ഡിപ്ലോമസിയിൽ ഡയലോഗുകൾ വരും, ചർച്ചകൾ വരും, നെഗോഷിയേഷൻ വരും, കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അങ്ങനെ പല മെഷേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ പ്രഷർ ചെയ്യും, സമ്മർദ്ദം ചെലുത്തും, പക്ഷേ വാറ് വരില്ല. ഡിപ്ലോമസി പരാജയപ്പെടുമ്പോഴാണ് വാറിലേക്ക് വരുന്നത്. ഒരു ഡിപ്ലോമാറ്റിന്റെ ജോലി അത് വാറിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ, ഇടയ്ക്ക് പാകിസ്ഥാൻ കാർഗിൽ കയ്യേറി. അപ്പം അത് ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോഴാണ് കാർഗിൽ വാർ വന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് പ്രാക്ടീസുകൾ നോക്കുകയാണെങ്കിൽ അതിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് പ്രാക്ടീസ് എല്ലാം തന്നെ മിക്കതും യൂറോപ്യൻ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് കാണാം ഇതൊരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് ആണ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ച പല കാര്യങ്ങളും, ഇപ്പം പാരീസ് പീസ് കോൺഫറൻസ്, കോൺഗ്രസ് ഓഫ് വിയന്ന, അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ കോൺഫറൻസ്, കസബ്ലാങ്ക കോൺഫറൻസ്, എന്തും ഇതെല്ലാം ഡിപ്ലോമസിയുടെ ഭാഗമാണ്. ചർച്ചകൾ നടത്തുവാണ് അവർ. ചർച്ചകൾ നടത്തി സ്വാധീനം ചെലുത്തുവാണ്. കേട്ടോ, ഇത് ഇറാൻ ആണവ കരാറിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഏതെല്ലാം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്ക, നമ്മൾ റൈറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഇറാൻ, യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഫ്രാൻസ്, ചൈന. അപ്പോൾ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ ആവണമെന്നില്ല, മൾട്ടിലാറ്ററൽ ആവാം. പല രാജ്യങ്ങൾ വരും. അങ്ങനെ ഇതൊരു വലിയ ഫീൽഡാണ്. അപ്പം ഡിപ്ലോമസി എന്ന് പറയുന്നതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. ഉച്ചകോടികൾ എന്ന് പറയും, സമ്മിറ്റ് മീറ്റിങ്ങുകളുണ്ട്, ഇന്റർനാഷണൽ കോൺഫറൻസുകളുണ്ട്, പാർലമെന്റ് അംഗങ്ങൾ തമ്മിലുള്ള ചർച്ചകളുണ്ട്, അതുപോലെ തന്നെ പല പല ബോഡികളുണ്ട്. അൺഒഫീഷ്യൽ ഡിപ്ലോമസി ഉണ്ട്. ഇപ്പം ഗവൺമെന്റുകൾക്ക് ഒഫീഷ്യലായിട്ട് ചർച്ച ചെയ്യാൻ പറ്റാത്ത കാര്യം അൺഒഫീഷ്യലായ ആൾക്കാർ വന്ന് ചർച്ച നടത്തും. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻഫോർമൽ ആയിരിക്കും. അപ്പോൾ ഡിപ്ലോമസി ഒഫീഷ്യലി ആൻഡ് അൺഒഫീഷ്യലി പല രീതിയിൽ കൂടി നടക്കാം. ഇനി നമ്മൾ ഡിപ്ലോമസിയെ പല ടൈപ്പ് ആവുകയാണ്. ഇപ്പം രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൽ ഗവൺമെന്റ് അംഗങ്ങളാണ്, ഗവൺമെന്റുമായി ബന്ധമുള്ളവരാണ്. അതിനെയാണ് ട്രാക്ക് 1 ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ മോഡി പുടിൻ, അപ്പോൾ മോഡിയുടെ ഒപ്പം മന്ത്രിമാരും നമ്മുടെ സിവിൽ സർവീസ് ഫോറിൻ സർവീസ് ഓഫീസേഴ്സും ഉണ്ട്, പുടിൻ്റെ കൗണ്ടർ പാർട്സും ഉണ്ട്. അങ്ങനെ ഒഫീഷ്യൽ ടച്ച് ഉള്ളതാണ് ട്രാക്ക് 1. ഇനി ട്രാക്ക് 2 എന്ന് പറഞ്ഞാൽ അത് അൺഒഫീഷ്യലാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് ഡയറക്റ്റ് ഗവൺമെന്റ് ബന്ധം ഉണ്ടാവില്ല. അവര് NGOകളോ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസോ അതിലൊക്കെ പെടുന്നവരാണ് ട്രാക്ക് 2. അപ്പൊ ട്രാക്ക് 2ന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ട്രാക്ക് 1 ഡിപ്ലോമസി പോവുകയാണ്. കെൽവിൻ ഒരു IFS ഓഫീസറാണ്. എനിക്ക് പറയാവുന്ന സജഷൻസ് ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു നോൺ ഗവൺമെന്റൽ അല്ലെങ്കിൽ ഗവൺമെന്റുമായി നേരിട്ട് ബന്ധമില്ലാത്ത
ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പോവുകയാണെങ്കിൽ, ട്രാക്ക് 2-ലാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഔട്ട് ഓഫ് ബോക്സ് ഐഡിയാസ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം അല്ലാത്തപ്പോൾ ചിലപ്പോൾ ട്രാക്ക് 1 ഡിപ്ലോമസി കുറവായിരിക്കും. പക്ഷേ ട്രാക്ക് 2 നടക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ ട്രാക്ക് 2 ഉണ്ട്. തടവുകാരെ വിട്ടയക്കുക, മീൻപിടുത്തക്കാരെ വിട്ടയക്കുക. അപ്പോൾ ഇവർ ചർച്ച ചെയ്ത് ചില ഘട്ടങ്ങളിൽ ചില ചർച്ചകൾ ട്രാക്ക് 2 ആയിട്ട്, അതായത് നോൺ ഗവൺമെന്റലായിട്ട് തുടങ്ങും. ഒഫീഷ്യലി തുടങ്ങാൻ അവർക്ക് മടിയായിരിക്കും. അങ്ങനെ ചർച്ച നടത്തുമ്പോഴാണ് പരസ്പരം ഒരു അക്കോമഡേഷനും വിശ്വാസവും കോൺഫിഡൻസും വളരും. അങ്ങനെ ട്രാക്ക് 2 തുടങ്ങി ട്രാക്ക് 1 ആയ സംഭവങ്ങളുണ്ട്. ഉദാഹരണം ഇസ്രായേൽ പലസ്തീൻ ചർച്ച. ആദ്യഘട്ടത്തിൽ അത് ഫുള്ളി ട്രാക്ക് 2 ആയിരുന്നു. പിന്നീട് അത് ട്രാക്ക് 1-ലേക്ക് മാറി. അങ്ങനെ അൺഒഫീഷ്യൽ മെമ്പേഴ്സ് വരുന്ന കുറച്ചും കൂടെ ഇൻഫോർമലായ ചർച്ചയാണ് ട്രാക്ക് 2. ഇനി ട്രാക്ക് 1.5 എന്ന് പറഞ്ഞാൽ ട്രാക്ക് 1 ഉണ്ടാവും, 2 ഉണ്ടാവും. ഗവൺമെന്റ് അംഗങ്ങളും ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പോൾ അതൊരു മിക്സഡ് ഫോമാണ്. ഇനി ട്രാക്ക് 3 എന്ന് പറഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനാണ് ട്രാക്ക് 3 ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ പ്രവാസികളുടെ സംഘടന കുവൈറ്റിലെ പ്രവാസികളുടെ കാര്യത്തിൽ ഇടപെടുന്നു. അത് നമുക്ക് ട്രാക്ക് 3 എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് എല്ലാം മിക്സ് ആവും. ട്രാക്ക് 1-ഉം ട്രാക്ക് 2-ഉം ട്രാക്ക് 3-യും എല്ലാം മിക്സ്ഡ് ആണ്. അപ്പം ഇന്ന് പ്രാക്ടിക്കലി ഉള്ളത് മൾട്ടി ട്രാക്ക് ഡിപ്ലോമസിയാണ്. എല്ലാവരും ഇൻവോൾവ് ആണ്. ഇപ്പോൾ ട്രാക്ക് 1 ആയിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രിയോ നമ്മുടെ പ്രധാനമന്ത്രിയോ തൊഴിൽ മന്ത്രിയോ, ട്രാക്ക് 2 ആയിട്ട് പലവിധ സംഘടനകൾ, പലവിധ പ്രൈവറ്റ് ആൾക്കാർ, ട്രാക്ക് 3 ആയിട്ട് പല ജനസംഘടനകൾ എല്ലാം പെടും. അപ്പം ഇന്നുള്ളത് മൾട്ടി ട്രാക്ക് ഡിപ്ലോമസിയാണ് എല്ലായിടത്തും. മറ്റതുമുണ്ട്, കൂടുതലും മൾട്ടി ട്രാക്ക് ഡിപ്ലോമസിയാണ്. ഇനി ഡിപ്ലോമസി എന്ന പദം നമുക്ക് ടേം വെച്ച് സൂചിപ്പിക്കാം. ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കൾച്ചറൽ ഡിപ്ലോമസി എന്നാൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റസൂൽ പൂക്കുട്ടി ഒരു വലിയ പരിപാടി പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ AR റഹ്മാൻ ഒരു വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അതാണ് കൾച്ചറൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ബന്ധമുണ്ട്. രാമനും സീതയും ബുദ്ധനും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. അപ്പം മോഡി കൾച്ചറൽ ഡിപ്ലോമസി ഉപയോഗിക്കുകയാണ്. നേപ്പാളിലെ ക്ഷേത്രം സന്ദർശിക്കുകയാണ്, കാണാം. ആ ഡ്രസ്സൊക്കെ കാണാം. അവിടുത്തെ ലോക്കൽ സംസ്കാരത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ്. ഇനി എക്കണോമിക് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ വ്യാപാരവും ബിസിനസ്സും എല്ലാം ഉപയോഗിക്കുകയാണ്. അങ്ങനെ പല ഡിപ്ലോമസി ഉണ്ട്. നമുക്ക് വേറൊരു ഇത് കാണാം. ഇതിൽ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും UAE-യിലെ സുൽത്താനുമാണ്. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അല്ല നേരിട്ട് റോൾ വഹിക്കുന്നത്. ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു റോളുണ്ട്. സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രൊവിൻസുകൾ ഡിപ്ലോമസിയിൽ റോൾ വഹിക്കുമ്പോൾ അതിനെയാണ് പാരാ ഡിപ്ലോമസി എന്ന് പറയുന്നത്. പാരാ. ഉദാഹരണം, നമ്മുടെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ് തൊഴിലാളികൾക്ക് വേണ്ടി ഖത്തറിൽ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും കാര്യത്തിന് ബംഗ്ലാദേശിലോ വല്ലതും പോകുന്നു. അതാണ് പാരാ ഡിപ്ലോമസി. ഇനി നമുക്ക് പല ടേംസ് കാണാം. 100 കണക്കിന് ഡിപ്ലോമസി ഉണ്ട്. ഉദാഹരണം, പിങ് പോങ് ഡിപ്ലോമസി. പിങ് പോങ് എന്നാൽ ടേബിൾ ടെന്നീസാണ്. അമേരിക്കയും ചൈനയും ബന്ധം തുടങ്ങുമ്പോൾ അവരുടെ ഡിപ്ലോമാറ്റ്സ് ടേബിൾ ടെന്നീസ് കളിച്ചാണ് ഒരു ഐസ് ബ്രേക്കർ ആയത്. അതാണ് പിങ് പോങ് ഡിപ്ലോമസി. ഇപ്പൊ ചൈനക്കാർ പലർക്കും പാണ്ഡേനെ കൊടുക്കും, പാണ്ഡ എന്ന ജീവിക്കും. അതാണ് പാണ്ഡ ഡിപ്ലോമസി. നമ്മുടെ ISRO പല രാജ്യങ്ങളെ സഹായിക്കും, സ്പേസ് സാറ്റലൈറ്റ് ലോഞ്ചിനും നിർമ്മാണത്തിനും ട്രെയിനിങ്ങിനും. അതാണ് സ്പേസ് ഡിപ്ലോമസി. അല്ലെങ്കിൽ ചിലര് അവരുടെ ഭക്ഷണത്തെയൊക്കെ ഡിപ്ലോമസി ഉപയോഗിക്കും, അവരുടെ സംസ്കാരത്തെ. അതിനുദാഹരണമാണ് തായ്ലാൻഡ്. തായ് ഫുഡ് ഫേമസ് ആണ്. അതാണ് കൾച്ചറൽ ഡിപ്ലോമസി. അങ്ങനെ 100 കണക്കിന് ടൈപ്പ് ഓഫ് ഡിപ്ലോമസി ഉണ്ട്.
നമ്മളത് എല്ലാം കവർ ചെയ്യേണ്ട. അതിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. അങ്ങനെയാണ് ഡിപ്ലോമസി വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, ഡിജിറ്റൽ ഡിപ്ലോമസി, റിയൽ ടൈം ഡിപ്ലോമസി, ഹ്യൂമാനിറ്റേറിയൻ ഡിപ്ലോമസി, വാക്സിൻ ഡിപ്ലോമസി, ഹെൽത്ത് ഡിപ്ലോമസി, അങ്ങനെ ധാരാളം പദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാപ്റ്റർ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മളിനി ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പറയാം. ഇന്ന് ഇത്രയും കൺസെപ്റ്റിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്.